ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഇത് കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തതാണ്. കണ്ടോ, ഇതിന് നമുക്ക് വട ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മളെ വീട്ടിലൊക്കെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയാലൊക്കെ ബാക്കിയൊക്കെ വരില്ലേ, അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു വട ഉണ്ടാക്കിയെടുക്കാം. വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് വട വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനെ നമുക്ക് ഒരു വട ഉണ്ടാക്കിയെടുക്കാം, കുറച്ച് എരിവ് ഇട്ടിട്ട്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമ്മളെ വീട്ടിലൊക്കെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയ ബാക്കി വരില്ലേ, അപ്പം അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിലെന്തൊക്കെ ചേർക്കണം നോക്കാം. നമുക്ക് ആദ്യം ഇതിനെ ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് നന്നായി ഉടച്ചെടുക്കുക, ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഉടച്ചെടുക്കുക. ഇതിൻ്റെ കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞളിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞളുടെ പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ മുളക് കൊടുക്കാം. ഇത് നമുക്ക് ഇതെല്ലാം ചേർത്തെടുക്കാം. കുറച്ച് എരിവുണ്ടാവും, കുറച്ച് മധുരം എരിവും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ കുറച്ച് ഗരം മസാല പൗഡർ, അതുപോലെ തന്നെ കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടി. ഇതെല്ലാം നന്നായിട്ട് ചേർത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി. അത് നന്നായി ചേർത്തന്നെ ഇങ്ങനെ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയെടുത്താൽ മതി. കുറച്ച് വെള്ളം കുടഞ്ഞു വെക്കണം, അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പൊട്ടാണ്ട് കിട്ടും. ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം. നന്നായി ഉടച്ചെടുക്കണം. കഷ്ണം ഉണ്ടായാൽ നമുക്ക് ഇതേമാതിരി കിട്ടൂല. ഇതേപോലെ നമുക്കിതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, കലക്കിയിട്ട് ഉപ്പിട്ടിട്ടാണ്. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. ആദ്യം മൈദയിൽ മുക്കിയെടുക്കാം. ഈ രീതിയിലാണ് മൈദ കലക്കുന്നത്. രണ്ട് ചെറിയ ഉള്ളി ഇതിൽ കൂട്ടിക്കൊടുക്കണം. ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് വെക്കാം. ഇത് കുഴക്കുന്ന സമയത്ത് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നന്നായി മുരിഞ്ഞ് വരട്ടെ. അത് രണ്ട് വശം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി രണ്ടോന്നും കൂടി ഇടാനുണ്ട്. നമുക്ക് പാത്രത്തേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം ചായക്കെടുക്കാം. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി വയ്ക്കാൻ മധുരക്കിഴങ്ങ് വെച്ചിട്ട്. എന്തായാലും ചിലപ്പോൾ മധുരക്കിഴങ്ങ് പുഴുങ്ങിയാലൊക്കെ ബാക്കിയാവില്ലേ, അതെടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കി വെക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.